സങ്കീർത്തനത്തിൻ്റെ എല്ലാ വാക്യങ്ങളും ഞാൻ കവർ ചെയ്ത് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അതിനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. എന്നാൽ ഒരു വാക്യം എന്നെ വളരെ സ്പർശിച്ച ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 5-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാം. 5-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിന്നിലുള്ള ഭക്തിയോടെ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്ന തൻ്റെ ഒരു ഡിക്ലറേഷനാണ്, തൻ്റെ ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ തൻ്റെ ഒരു പ്രാർത്ഥനയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിൽ ചെന്ന് എന്തു ചെയ്യും? നിങ്ങളുള്ള ഭക്തിയോടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിന്നുള്ള ഭക്തിയോടെ ആരാധിക്കും. ഒരു പ്രധാനപ്പെട്ട പദം ഇവിടെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഞാൻ എന്തു ചെയ്യും? ആരാധിക്കും. ഐ ഡു വർഷിപ്പ്. ഞാൻ എന്തു ചെയ്യുന്നു? ആരാധിക്കുന്നു. പലപ്പോഴും നമ്മൾ ഒത്തിരി വികലമായി ചിത്രീകരിക്കുന്നൊരു പദമാണ് ആരാധന. ആരാധന ഒത്തിരി കാര്യം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിലുള്ള നമ്മുടെ പൂർണ്ണ സമർപ്പണമാണ് ആരാധന. ദൈവത്തെ ഹൃദയംഗമായി സ്വീകരിച്ച് അവന് കൊടുക്കുന്ന സ്തുതിസ്തോത്രങ്ങളാണ് ആരാധന. നമ്മുടെ ജീവിതം തന്നെ എന്താണ്? ദൈവത്തിന് ആരാധനയാണ്. ദാവീദിൻ്റെ ഒരു പ്രയോറിറ്റിയാണ് അവിടെ കാണുന്നത്. ദാവീദ് പറയുകയാണ്, എനിക്ക് ഫോർ മീ, അല്ല ഇംഗ്ലീഷ് വായിക്കുന്നത് ഇങ്ങനെയാണ്, ബട്ട് ആസ് ഫോർ മീ, എനിക്കെന്താണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് ആലയത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്താണ്, നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരം പറയാനായിട്ട് കഴിയും, അല്ലേ? എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി എനിക്ക് ജോലി ചെയ്ത് കുറച്ച് പണമൊക്കെ സമ്പാദിക്കണം, അതാണ് എൻ്റെ പ്രയോറിറ്റി. ചിലർ പറഞ്ഞാൽ ഓർക്കും ഞങ്ങൾക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യണം, അതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി. ചിലരോട് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചാൽ എന്താ നിങ്ങളുടെ പ്രയോറിറ്റി ചോദിച്ചാൽ നല്ല ഫുഡും എല്ലാം കിട്ടുവാണെങ്കിൽ അതൊക്കെ കഴിക്കണം, ഇതൊക്കെയാണ് പ്രയോറിറ്റി. അങ്ങനെ പല പ്രയോറിറ്റി നമുക്കുണ്ടല്ലേ. എന്നാൽ ദാവീദ് ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ഫോർ മീ ഇറ്റ് ഈസ് ടു വർഷിപ്പ്. ദൈവത്തെ ആരാധിക്കുന്നതാണ് എൻ്റെ പ്രയോറിറ്റി. ഈ സ്വർഗത്തിൽ ചെന്നാൽ അവിടെ നടക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രാക്ടീസ്, അവിടുത്തെ വലിയൊരു ആക്ടിവിറ്റി എന്താണെന്നറിയാമോ? കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞേ. അവിടെ ചെന്നാൽ എന്താ? അവിടെ നമുക്ക് സ്കൂളിൽ ഹോംവർക്ക് ഉണ്ടോ? പ്രൊജക്റ്റ് ചെയ്യണോ? പിന്നെ പരീക്ഷയുണ്ടോ? ഉണ്ടോ നീതൻ? പരീക്ഷ ഉണ്ടോ സ്വർഗത്തിൽ ചെന്നാൽ? പരീക്ഷയുണ്ടോ? ഇല്ല, അവിടെ പരീക്ഷയൊന്നുമില്ല. അവിടെ ചെയ്യുന്ന ഒരു ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ചെയ്യുന്ന ആകെ ഒരു ആക്ടിവിറ്റി ദൈവത്തെ എന്ത് ചെയ്യാണ്? ആരാധിച്ചുകൊണ്ടിരിക്കുക. ചിലർ ചിന്തിക്കുന്നുണ്ടാകാം, എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ തന്നെ 2 മണിക്കൂർ ഇരിക്കുന്നത് പാട് നമുക്കറിയാം. എന്നാൽ പിന്നെ സ്വർഗത്തിൽ ചെന്നിട്ട് 24 മണിക്കൂർ ആരാധനയാണെങ്കിൽ പിന്നെ എന്നാൽ പിന്നെ അത്ര വലിയ രസമില്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും, അല്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, കുഞ്ഞുങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ഈ റെസ്പിറേഷൻ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ശ്വാസം അകത്തോട്ട് വിടുന്നതും പുറത്തോട്ട് വിടുന്നതും ഒരു ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? യു ഫെൽറ്റ് സംതിങ് ദാറ്റ് വെരി ബോറിങ്. രാത്രി കിടക്കാൻ നേരത്ത് എന്നാൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ച് ഇതെല്ലാം ഓഫാക്കാൻ പറ്റുമോ? ഇല്ല. ഹാവ് യു എവർ ഫെൽറ്റ് ദാറ്റ് ദിസ് ഇസ് എ വെരി ബോറിംഗ് തിങ് എവറി ടൈം 24 hours ഐ ഹാവ് ടു ഡു എന്നല്ലേ? അകത്തോട്ട് ശ്വാസം വലിക്കണം, പുറത്തോട്ട് ശ്വാസം വിടണം, അകത്തോട്ട് ശ്വാസം വലിക്കണം, പുറത്തോട്ട് വിടണം. ഹാവ് യു എവർ ഫെൽറ്റ് ദാറ്റ് ദിസ് എ വെരി ക്രേസി തിങ് ആൻഡ് ലെറ്റ് ഇറ്റ് ബി സ്വിച്ച് ഓഫ് ഫോർ സം ടൈം? നോ. അപ്പം വിവരം അറിയാം, അല്ലേ? ഇതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാലുള്ള വിവരം അന്നേരം അറിയാം. പ്രൈസ് ദി ലോർഡ്. സോ യു നെവർ ഫെൽറ്റ് ദാറ്റ് ദിസ് ഈസ് എ കൈൻഡ് ഓഫ് എ ബോറിങ് ഓർ അൺവാണ്ടഡ് തിങ് ഇൻ യുവർ ലൈഫ്, അല്ലേ? ഒരിക്കലും ഇത് എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതോ എനിക്ക് അസ്വസ്ഥപ്പെടുത്തുന്നതായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരിക്കലും ചിന്ത വന്നിട്ടില്ല. ഇതുപോലെ തന്നെയാണ് പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ ചെന്നാൽ അവിടെ ആരാധനയാണ് അവിടുത്തെ മുഖ്യമായ കാര്യം. അവിടെ ചെന്നാൽ പ്രൈസ് ആരാധന നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നത്തില്ല. ആരാധന ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമുക്ക് തോന്നത്തില്ല. പക്ഷെ തോന്നും. ആർക്കാണെന്നറിയാമോ? ഇവിടെ ഇരുന്ന് 2 മണിക്കൂർ ആരാധന ബോറിംഗ് ആയിട്ട് തോന്നുന്നവർക്ക് ഡെഫിനറ്റ്ലി അവിടെ ഇറ്റ്സ് നോട്ട് യുവർ റൈറ്റ് പ്ലേസ് ദെയർ.
പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കുള്ള സ്ഥലമല്ല എവിടെ? സ്വർഗം എന്ന് പറയുന്നത്. കാരണം ഇഫ് വി ആർ ഹെസിറ്റന്റ് ഓർ വി ആർ വെരി റിലക്റ്റന്റ് ടു വർഷിപ്പ് ഗോഡ് ഇൻ ദിസ് എർത്ത്, ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് വലിയ മടിയാണെങ്കിൽ പിന്നെ സ്വർഗത്തിൽ ചെന്നാലുള്ള സാധ്യത, അല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിലുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാൽ ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ ഉത്സാഹികളാണെങ്കിൽ, ഇഫ് യു ആർ വെരി എനർജറ്റിക് ഇൻ വർഷിപ്പിംഗ് ദ ലോർഡ് ഇൻ ദിസ് എർത്ത്, ദാറ്റ് മീൻസ് യു ആർ എലിജിബിൾ ടു enter into the heaven where 24/7 what is going there? അവിടെ വർഷിപ്പ്, ആരാധനയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദാവീദ് പറയുന്നൊരു വാക്ക് ഇത് തന്നെയാണ്, എൻ്റെ അല്ലെങ്കിൽ ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിൽ ചെന്ന് നിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിന്നുള്ള ഭക്തിയോടെ എന്ത് ചെയ്യും? ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. സം ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒറ്റ വാക്യത്തിലുണ്ട്. ഞാൻ വേറെ വാക്യത്തിലോട്ടൊന്നും നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നില്ല. ആ ഒറ്റ വാക്യം, 7ാമത്തെ വാക്യം മാത്രം. സി ദ പ്ലേസ് ഈസ് വെരി സ്പെസിഫൈഡ് ദെയർ, അല്ലേ? എവിടെ ചെന്ന് ആരാധിക്കും എന്നാണ് പറഞ്ഞത്? ആലയത്തിൽ ചെന്ന്. പ്രൈസ് ദി ലോർഡ്. ഐ വിൽ എൻ്റർ ഇൻ ടു ദ ടെമ്പിൾ ആൻഡ് വർഷിപ്പ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈ ടെമ്പിൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇവിടെ ആലയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിൻ്റെ ആലയം എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ വി നോ ദ ടെമ്പിൾ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി അണ്ടർസ്റ്റുഡ് ആസ് ടാബർനാക്കിൾ, അല്ലേ? പഴയ നിയമത്തിൽ സമാഗമന കൂടാരം, യഹോവയുടെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരു ഇടമായി അതിനെ ആദ്യമായി ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരിടമാണ്. പിന്നീട് ശേഷം ടാബർനാക്കിൾ മാറി, പിന്നെന്തായി മാറി? ഇറ്റ് ബിക്കേം എ ഫിസിക്കൽ ടെമ്പിൾ. വിച്ച് വാസ് ദ ഫസ്റ്റ് ടെമ്പിൾ? ഹൂ ബിൽഡ് ദ ഫസ്റ്റ് ടെമ്പിൾ? സോളമൻ. അതിനുശേഷം പിന്നെ ഈ ഭൂമിയിൽ ഒരു ദേവാലയം തന്നെ സൃഷ്ടിക്കപ്പെടുകയും അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. പിന്നീട് ശേഷം പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ സോളമൻസിൻ്റെ ടെമ്പിളോ അല്ലെങ്കിൽ ഹെരോദിൻ്റെ ടെമ്പിളോ, ഇറ്റ്സ് വാസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അങ്ങനെ ഒരു ടെമ്പിളിന് വലിയ പ്രാധാന്യമില്ല. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ദൈവ സഭയാണ്, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട ഈ സഭയ്ക്കാണ് പ്രാധാന്യം. പ്രൈസ് ദി ലോർഡ്. സോ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ടെന്നാണ് വായിക്കുന്നത്. സോ ഫോർ ആസ് ഗ്യാതറിങ് ലൈക്ക് ദിസ്, ഇങ്ങനെ കൂടി വരുന്നതെല്ലാം എന്താണ്? ദൈവത്തിൻ്റെ ആലയമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ആരാധന ആലയങ്ങൾക്ക് വി ഡോണ്ട് ഗീവ് മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ എനി കൈൻഡ് ഓഫ് ഡെക്കറേഷൻ ഓർ എനി കൈൻഡ് ഓഫ് ആർട്ട് വർക്ക്സ്. ആൻഡ് നിങ്ങൾ പോയിട്ടുണ്ടാകും ഈ കത്തീഡ്രൽസിലൊക്കെ പോയാൽ വി വിൽ സീ ലോട്ട്സ് ഓഫ് ആർട്ട് വർക്ക്സ് ആൻഡ് വേരിയസ് ഹ്യൂജ് മോണമെൻറ്റ്സ് എല്ലാം അവിടെ ഉണ്ടായിരിക്കും, അല്ലേ? വലിയ കത്തീഡ്രലൊക്കെ പോയാൽ ഭയങ്കര വലിയ തൂണുകളും ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. എന്നാൽ ദാറ്റ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഇൻ ഗോഡ്സ് സൈറ്റ്. ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അതൊന്നും വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ ഗോഡ് ഈസ് ഡിസയറിങ് us ഫോർ കമ്മിങ് ടുഗെദർ ഇൻ ഫെലോഷിപ്പ് വേർ എവർ ഇറ്റ് മേ ബി. അത് നമ്മുടെ ഈ ആലയത്തിലാകാം, നമ്മൾ ഏതെങ്കിലും സ്ഥലത്താകാം, ഹോട്ടലിലാകാം, സ്കൂളിലാകാം, എവിടെ വന്നാലും അവിടെ എല്ലാം ഒത്തുചേരുന്ന ഒരു കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ കഴിയേണ്ട ഒരു കാര്യം, എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചയും എന്താണ്? ഐ ആം ഡിസയറിംഗ് ടു കം ഇൻ ടു ദി പ്രസൻസ് ഓഫ് ദ ലോർഡ് ഇൻസൈഡ് ദ ചർച്ച് ആൻഡ് വർഷിപ്പ് അവർ ലോർഡ്. ദൈവത്തെ ആരാധിക്കുക. പലർക്കും അടുത്തിടെ കണ്ടുവരുന്നൊരു ട്രെൻഡുണ്ട്. അവർ പറയുന്നത്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, വീട്ടിൽ ഇരുന്നാണേലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ബൈബിൾ വായിച്ച്, പാട്ടുപാടി, പ്രാർത്ഥിച്ച്, പാസ്റ്റർ എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? വീട്ടിലിരുന്ന് അനുഭവിക്കാൻ. ദാറ്റ്സ് ഫൈൻ, ഓക്കെ, ദാറ്റ്സ് ഗുഡ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവമക്കൾ എല്ലാവരും കൂടിച്ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ സന്തോഷം,
ആ ഒരു ആത്മീയ തലം പ്രൈസ് ദി ലോർഡ് ദൈവസഭ അല്ലെങ്കിൽ പുതിയ നിയമസഭ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. പ്രൈസ്. അതുകൊണ്ട് ആരും ഒറ്റയ്ക്കിരുന്നുള്ള പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് പലപ്പോഴും പലതിനോടും വിരക്തിയും ഉഴപ്പാനുള്ള ഒരു സൂചനയാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി, നമുക്കെല്ലാവർക്കും നാം മനസ്സിലാക്കേണ്ടതായ ഒരു സംഗതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദേവാലയത്തിൽ ദൈവം വസിക്കുന്നതായ ഇടത്ത് ഒരുമിച്ച് വന്ന് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് സ്തോത്രമർപ്പിക്കുക, ദൈവത്തിന് മഹത്വം കരയറ്റുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഞാൻ പറയാറുള്ളത് പോലെ സഭായോഗങ്ങളെ എന്ത് ചെയ്യാൻ പാടില്ല, ഉപേക്ഷിക്കാനായിട്ട് പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ ജോലി, നമ്മുടെ പല സാഹചര്യങ്ങളുണ്ട്. ദാറ്റ് ക്യാൻ ബി ആൻ എക്സ്ക്യൂസ്. ബട്ട് ഈവൻ ദോ നമ്മുടെ സഭാരാധനകളെ എന്തു ചെയ്യണം, നമ്മൾ ഉപേക്ഷയായി വിചാരിക്കാതെ ഒന്നിച്ചുള്ള കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം നൽകണം. ഒരുമിച്ച് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പല സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വൈകിട്ട് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് രാവിലെ ഇവിടുത്തെ ആരാധനയ്ക്ക് വരുന്ന പല സഹോദരന്മാരെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഒരു സഹോദരനോട് പറഞ്ഞു, സഹോദരനെ കണ്ടിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇന്നലെ 2 മണിക്കാണ് കിടന്നതെന്ന് പറഞ്ഞു. മേ ബി ഡ്യൂട്ടി കഴിഞ്ഞ് 2 മണിയാണ് റൂമിൽ വന്നത്. രാവിലെ 7 മണിക്ക് അദ്ദേഹം ഇവിടെ ആരാധനാലയത്തിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ വൈകിട്ട് ഇപ്പം ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിന്ന് ആരാധിക്കാൻ വന്നേലേ എനിക്കൊരു സമാധാനമുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം 2 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് കൃത്യസമയത്ത് ഇവിടെ ആരാധനാലയത്തിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. സോ കോർപ്പറേറ്റ് വർഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒന്നിച്ചുള്ള ആരാധന വളരെ വിലപ്പെട്ടതാണ്. അതാരും ഉപേക്ഷയായി വിചാരിക്കാനായിട്ട് പാടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് നൽകിയ നന്മകളെ ഓർത്തിട്ട്, ദൈവം നമുക്ക് നൽകിയ നല്ല ജോലി ഓർക്കുമ്പോൾ, ദൈവം നമുക്ക് നൽകിയ സൗകര്യങ്ങൾ ഓർക്കുമ്പോൾ, ദൈവം നമുക്ക് നൽകിയ കുടുംബജീവിതം ഓർക്കുമ്പോൾ, ദൈവം നമുക്ക് നൽകിയതായ സന്തോഷ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും ദൈവസന്നിധിയിൽ ഒന്നിച്ച് വന്ന് ദൈവത്തെ ആരാധിപ്പാനായി നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും ഒരുക്കപ്പെടണം. അപ്പോൾ ദാവീദ് പറയുന്നത് മൈ ഡിസയർ ഈസ് ടു കം ഇൻ ടു ദ ടെമ്പിൾ, ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് അവനെ ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. സോ ദ പ്ലേസ് ഈസ് വെരി സ്പെസിഫൈഡ്. ഐ ആം വില്ലിംഗ് ടു കം ഇൻ ടു ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരിക. മാത്രമല്ല ഈ ഒരു സ്ഥലത്ത് വരാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള ദാവീദിൻ്റെ ആഗ്രഹം എക്സ്പ്രസ് ചെയ്യുന്നത് ദ റെസൊല്യൂഷൻസ്, അവൻ പറയുന്ന കാരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ പറയുന്നൊരു കാര്യം 7-ാമത് ഞാനോ, അതൊരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു വാക്കായിട്ട് എനിക്ക് തോന്നി. ഫോർ മീ, അല്ലെങ്കിൽ ചില ട്രാൻസ്ലേഷനിൽ വായിക്കുന്നത് ഐ വിൽ. ഇറ്റ് ഈസ് നോട്ട് ഫോർ സംബഡി. അത് മറ്റാർക്കും വേണ്ടിയുമല്ല, ഒരാളുടെ ആഗ്രഹം നിവർത്തിക്കാനല്ല. ഞാനോ ഐ ലവ് ദിസ് പ്ലേസ്. ഈ ആലയത്തിൽ വരുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കാര്യമാണ്. ഇതാരാ പറയുന്നത് ഓർക്കണം. ഹല്ലേലൂയ. കൊട്ടാരങ്ങളിൽ വസിക്കാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ അതുപോലുള്ള സൗകര്യങ്ങൾ ജീവിക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന ദാവീദ് പറയുകയാണ്, എനിക്ക് ഈ രാജകൊട്ടാരത്തിൽ ഇരിക്കുന്നതല്ല എനിക്ക് ആഗ്രഹം, എനിക്ക് ദൈവത്തിൻ്റെ ആലയത്തിൽ വരുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 84:10 വായിക്കണ്ട. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ പ്രാകാരത്തിൽ, അല്ലേ, നിന്റെ പ്രാകാരത്തിൽ ഒരു ദിവസം കഴിക്കുന്നത് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ് എന്ന് ദാവീദ് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ദുഷ്ടൻ്റെ കൂടാരത്തിൽ പാർക്കുന്നതിനെക്കാട്ടിലും യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിട്ട് ഒരു ഡോർ കീപ്പറായിട്ട് ഇരിക്കുന്നതാണ് എനിക്കേറെ ഇഷ്ടം. ആരാ? ഒരു സെക്യൂരിറ്റിയുടെ പണി ചെയ്യുന്നതാണെങ്കിൽ പോലും എനിക്കതാണ് ഇഷ്ടം. എവിടെ? എൻ്റെ കൊട്ടാരത്തിൽ വസിക്കുന്നതിനെക്കാട്ടിലും ദുഷ്ടന്റെ കൂടാരത്തിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും ആലയത്തിൽ വന്ന് വാതിക്കൽ വന്ന് ഒരു സെക്യൂരിറ്റിയുടെ പണി ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ദാവീദ് പറഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ,
അവിടെ ദാവീദിൻ്റെ വലിയൊരു മനസ്സാണ്, ഐ വിൽ ബിക്കോസ് ഐ ലവ് ദിസ് പ്ലേസ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയുള്ള ആരാധന ആഗ്രഹിക്കുന്ന എനിക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കണം. ഒരാഴ്ചയിൽ ഹല്ലേലൂയ ഞാൻ ജോലി ചെയ്തു, പലയിടങ്ങളിൽ യാത്ര ചെയ്തു, എന്നാൽ എൻ്റെ ഹൃദയം ഹല്ലേലൂയ ഞായറാഴ്ച വൈകുന്നേരം 5:30 ആകുമ്പോൾ എനിക്ക് ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ഹൃദയത്തിൻ്റെ വാഞ്ചയായിരിക്കണം നമ്മൾ ഓടി ഇവിടെ എത്തുവാനുള്ള കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദി കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ദാവീദ് പറയുന്നത്, ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിൽ എപ്പോഴും വരാൻ ഐ വിൽ കം എന്ന് പറയുന്നത് ദ കോൺസ്റ്റന്റ് ഡിസയർ ഓഫ് ഡേവിഡ്. ദാവീദിനുള്ള ആ സ്ഥിരമായ ഉത്സാഹത്തെയാണ് കാണിക്കുന്നത്. മറ്റാരുടെയും ആഗ്രഹത്തിന് വേണ്ടിയല്ല, മറ്റാരുടെയും ഒരു സമാധാനത്തിന് വേണ്ടിയല്ല. ആരെങ്കിലും ചോദിച്ചാൽ ഇന്ന് സഭായത്തിന് പോയില്ലോ എന്ന് ചോദിച്ചാൽ അവരോട് എന്താ പറയുന്നത് എന്നതുകൊണ്ട് പോയേക്കാം എന്നല്ല. പാസ്റ്ററങ്ങാണ് ഇനി വൈകുന്നേരം എന്താ വരാഞ്ഞെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കള്ളം പറയേണ്ട സാഹചര്യം ഒഴിവാക്കാം, എന്നാൽ ഇവിടെ കുറച്ചു നേരം വന്ന് ഇരുന്നേക്കാം എന്നതുകൊണ്ടല്ല. ഇറ്റ് ഈസ് മൈ ജോയ്, ഇറ്റ് ഈസ് മൈ പ്ലഷർ ടു കം ഇൻ ടു ഹിസ് പ്രസൻസ്. ദാവീദ് പറയുന്ന ആ ലാംഗ്വേജ് ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ, ഐ വിൽ കം എന്ന് പറയുന്നത്, ഹി ഈസ് നോട്ട് എക്സ്പെക്ടിങ് ടു കം ഇൻ ടു ദ ടെമ്പിൾ ആസ് എ ഗസ്റ്റ്. ഒരു ഗസ്റ്റിനെ പോലെ വരാനായിട്ടല്ല താൻ ആഗ്രഹിക്കുന്നത്. ഹി ഈസ് നോട്ട് എക്സ്പെക്ടിങ് ഹിംസെൽഫ് ടു കം ടു ദ ടെമ്പിൾ ആസ് എ ട്രാവലർ. ഒരു വഴിപോക്കനെ പോലെ പോയ കൂട്ടത്തിൽ അന്ന് ഇങ്ങോട്ടൊന്ന് കയറിയേക്കാം എന്നതുമല്ല ദാവീദിൻ്റെ ആഗ്രഹം. ഐ കം ടു ദിസ് പ്ലേസ് ആസ് എ ചൈൽഡ് കം ടു ഹിസ് ഹോം. പ്രൈസ് ദി ലോർഡ്. ഒരു കുഞ്ഞ് തൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന തൻ്റെ ആ ഒരു സന്തോഷമുണ്ടല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവിടെ വളരെ ഡിസിപ്ലിൻ ആയിരിക്കും, അവിടെ വളരെ ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ അവർ ആ സ്വന്തം വീട്ടിൽ വരുമ്പോഴാണ് അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്, അവർക്കൊരു റിലാക്സേഷൻ ഉണ്ടാകുന്നത്, അവർക്കൊരു ആനന്ദം ഉണ്ടാകുന്നത്, അവർക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. സ്വന്തം ഭവനത്തിലേക്ക് ഒരു കുഞ്ഞ് ചെന്നെത്തുമ്പോൾ തനിക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, തനിക്കുണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ വിരുന്നിന് മറ്റൊരാളുടെ വീട്ടിൽ പോകുന്നതും നമ്മുടെ വീട്ടിലിരിക്കുന്നതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒന്ന് ഓർത്ത് നോക്കിക്കേ. വിരുന്നിന് എന്നാൽ നമ്മൾ എങ്ങനെയാണ് ചെല്ലുന്നത്? നമുക്ക് ഒരു സ്റ്റെപ്പുലേറ്റഡ് പ്ലേസ് ഉണ്ടായിരിക്കും, അവിടെ മാത്രമേ ഇരിക്കാനായിട്ട് നമ്മുടെ മനസ്സ് അനുവദിക്കത്തുള്ളൂ. ഒരു സോഫായോ ഒരു കസാരയിലോ ഇരുന്നാൽ അവിടെ അങ്ങനെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. വീട്ടിലാണെങ്കിലോ നമ്മളെല്ലാ റൂമിനകത്തൂടെ എന്ത് ചെയ്യും? കയറി ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. കാരണം വി എൻജോയ് അവർ ഹൗസ്, വി എൻജോയ് അവർ ഹോം. എന്നാൽ മറ്റൊരാളുടെ വീട്ടിൽ ചെന്നാലോ വി വിൽ സിറ്റ് അറ്റ് വൺ പ്ലേസ് ബിക്കോസ് വി ആർ നോട്ട് സപ്പോസ് ടു ഡു എനിത്തിങ് ദെയർ. അവിടെ ഒരിടത്ത് മാത്രം ഇരിക്കണം. അവിടെ എന്തെങ്കിലും വന്നാൽ, അവിടെ എന്തെങ്കിലും ഒരു കഴിക്കാനൊക്കെ കൊണ്ടു തന്നാൽ എന്ത് ചെയ്യണം? വി ഷുഡ് ബി കീപ്പ് ടേബിൾ മാനേഴ്സ് ഒക്കെ വെക്കണം, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കണം, വളരെ നമ്മുടെ അറ്റയർ, നമ്മുടെ പോസ്ചറൊക്കെ വളരെ കൃത്യമായിരിക്കണം. എന്നാൽ വീട്ടിലാണെങ്കിലോ പ്രൈസ് ദി ലോർഡ്, യു ക്യാൻ ഡു ആസ് യു ലൈക്ക്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വീട്ടിൽ നമുക്ക് ബിഹേവ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ദാവീദ് പറഞ്ഞ ലാംഗ്വേജിൽ നിന്ന് ഞാൻ സെൻസ് ചെയ്തത് തന്നെയാണ്, ദൈവത്തിൻ്റെ ആലയത്തിൽ വരുമ്പോൾ എനിക്കുണ്ടാകുന്ന എൻജോയ്മെൻറ്റ്, ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിൽ പോകുമ്പോൾ, എൻ്റെ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ, എൻ്റെ സ്വന്തം അനുഭവത്തിൽ, എൻ്റെ സ്വന്തമായ ഇടത്തേക്ക് ഞാൻ പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. Praise the Lord. I am not coming into this place as a traveler. I am not coming to this place as merely as a guest, but I am coming to this place as a child coming to his own house. ഒരു കുഞ്ഞ് തൻ്റെ ഭവനത്തിലേക്ക് വരുന്നത് പോലെ ഞാൻ അവിടേക്ക് വരികയാണ്. Praise the Lord. And also it is a personal decision. ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരു വ്യക്തിപരമായ താല്പര്യമാണ് ദാവീദ് ഇവിടെ പറയുന്നത്. ഞാനോ എന്ന് പറയുമ്പോൾ ഇറ്റ് മീനിങ്സ് ഇംപ്ലൈസ് ദാറ്റ് മറ്റു പലർക്കും അത് താല്പര്യമില്ലായിരിക്കാം, മറ്റു പലരും അത് പക്ഷേ വേണ്ടാന്ന് വെച്ചിരിക്കാം. എന്നാൽ ഞാൻ ഐ ആം വെരി പർപ്പസ്ഫുൾ. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ എൻ്റെ തീരുമാനമാണ്. പ്രൈസ് ദി ലോർഡ്. നോട്ട് ഫോർ അതേഴ്സ്. മറ്റൊരാൾക്ക് സംതൃപ്തി കൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ ആലയത്തിൽ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരാൾ പറഞ്ഞതിൻ്റെ പ്രേരണയ്ക്കല്ല ആരാധന ആലയത്തിൽ വരുന്നത്. പാസ്റ്റർ പറഞ്ഞത്
എന്നതുകൊണ്ട് ഇനി പാസ്റ്ററിനെ എതിർക്കണ്ട എന്നതുകൊണ്ടല്ല നാം ഇന്ന് ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എന്നോട് ചോദിക്കും, എന്താ ഇന്ന് വരുന്നില്ലല്ലോ, കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടി അല്ല നമ്മളിവിടെ വന്നിരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ വരുന്നത് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനായി. യു നീഡ് ടു ലവ് ദിസ് പ്ലേസ്. ഈ ആലയത്തിൽ വരുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ സന്തോഷം കൊണ്ടായിരിക്കണം. Praise the Lord. So the resolutions, the reasons that he expressed, I will come, praise the Lord, because I love this place. I will come because that is a constant desire for me, a consistent desire for me. I will come because it is my personal decision. ആരും എന്നെ ഉന്തിത്തള്ളി വിട്ടിട്ടല്ല ഞാൻ ഇവിടെ വരുന്നത്. ആരും എന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല ഞാൻ ഇവിടെ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ എനിക്ക് പല റീസൺ കാണും ഇന്ന് ഹല്ലേലൂയ വരാതിരിക്കാനായി. പ്രിയപ്പെട്ടവരെ, വേണമെങ്കിൽ ഇന്നൊരു ദിവസം കൂടെ നമുക്ക് ലീവ് എടുത്താൽ, നമുക്ക് ഓഫ് എടുത്താൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. കാരണം എന്താ, 6 ദിവസം ജോലി ചെയ്ത് ഒരു ദിവസമെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടെ നാം വന്ന് ദൈവത്തെ ആരാധിക്കുന്നത് എനിക്ക് ദൈവത്തോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻ്റാണ്, ദൈവത്തോടുള്ള എൻ്റെ സ്നേഹമാണ്. ദൈവം എന്നെ രക്ഷിച്ചു, എനിക്ക് നന്മകൾ നൽകി തന്നു, എനിക്ക് നല്ല അനുഭവങ്ങൾ നൽകി തന്നു. അത് ഓർക്കുമ്പോൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കാനായി, ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാനായി, ദൈവത്തിന് മഹത്വം കരേറ്റാനായിട്ട് നാം ഇന്നിവിടെ വന്നിരിക്കുകയാണ്. And secondly, thirdly, the purpose. ഒന്ന്, the kind of place that he want to choose, it is God's temple. Secondly, he was expressing his reason for coming into that temple. Thirdly, for what purpose he is coming. അവിടെ വന്നിട്ട് പ്രൈസ് ദി ലോർഡ്, ദാവീദ് ചെയ്യാൻ ആഗ്രഹിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. ഏതാ? ദൈവത്തെ ആരാധിക്കണം. സോ ദ വെരി പർപ്പസ് ദാറ്റ് ഹി കെയിം ടു ദ ചർച്ച് ഈസ് ടു വർഷിപ്പ്. അവിടെ ഗോസിപ്പ് പറയാനായിട്ടല്ല ദാവീദ് ചെന്നത്. അവിടെ മറ്റൊരാളിട്ട വസ്ത്രത്തിൻ്റെ നിറം നോക്കാനും അതിൻ്റെ ഫാഷൻ നോക്കാനുമല്ല, ഇന്നാർ എന്തൊക്കെ ഇട്ടുകൊണ്ടാണ് ഇന്ന് വന്നത് എന്ന് നോക്കാനല്ല, ഇന്ന് ആരൊക്കെ ഇവിടെ വന്നില്ല എന്നുള്ള ഒരു ഇവാലുവേഷൻ നടത്താനല്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ചെന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തെ സ്തുതിക്കുന്നതല്ലാതെ തനിക്ക് വേറൊരു അജണ്ടയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും പലതിനെയാണ് ആരാധിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ ആരാധിക്കും. or else we will worship ourselves. നമ്മളെ തന്നെ ആരാധിക്കും. അങ്ങനെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ നന്നായിട്ട് ഒരുങ്ങി, ഇന്ന് നന്നായിട്ട് ഞാൻ പാടി, അല്ലെങ്കിൽ ഇന്ന് നന്നായിട്ട് ഞാൻ പ്രസംഗിച്ചു, ഇന്ന് എൻ്റെ പ്രസംഗം നന്നായിരുന്നു, ഇന്ന് എൻ്റെ പാട്ട് നന്നായിരുന്നു, ഇന്ന് നന്നായിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. സോ ദാറ്റ് ഈസ് എ സെൽഫ് ബോസ്റ്റിംഗ്. സോ വി ആർ നോട്ട് കമ്മിങ് ഹിയർ ടു വർഷിപ്പ് അവർ സെൽഫ്. എന്നെ ആരാധിക്കാനായിട്ടല്ല, ഹല്ലേലൂയ, നമ്മളെ തന്നെ ആരാധിക്കാനായിട്ടല്ല നാം ആലയത്തിൽ വന്നത്. നാം ദൈവത്തെ ആരാധിക്കാനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആൻഡ് ഓൾസോ നോട്ട് വർഷിപ്പിംഗ് ദ മിനിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ചിലയിടത്തൊക്കെ പ്രൈസ് ദി ലോർഡ് വരുന്നത് ആരെ ആരാധിക്കാനാണ്? പ്രൈസ് ദി ലോർഡ്, പാസ്റ്ററിനെ ആരാധിക്കാനാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില സഭകൾ നാട്ടിലൊക്കെ ഉണ്ട്, അവർ ചെല്ലുന്നത് ഇന്ന പാസ്റ്ററിൻ്റെ ചർച്ചിൽ ചെല്ലണം, അവിടെ പോകണം. പ്രൈസ് ദി ലോർഡ്. വേറെ എവിടെയെങ്കിലും സ്വന്തമായിട്ട് മാതൃസഭയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകത്തില്ല, ഇന്നാരുടെ സഭയിൽ എന്ത് ചെയ്യണം? പോകണം. അവിടെ ചെന്ന എന്തോ ഒരു വലിയ കാര്യമുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ കിട്ടും എന്ന് വിചാരിച്ച് പ്രൈസ് ദി ലോർഡ് ദേ വർഷിപ്പ് ഓൺ എ പേഴ്സൺ. പ്രൈസ് ദി ലോർഡ്. പല ബ്രദർമാരുണ്ടല്ലോ, അപ്പോൾ ഓരോ ബ്രദറിൻ്റെ അടുത്തോട്ട് അങ്ങ് ചെല്ലുക ഓരോ സൺഡേയിൽ. പ്രൈസ് ദി ലോർഡ്. അവിടെ വ്യക്തിയെയാണ് ആരാധിക്കുന്നത്, ഇവിടെ വ്യക്തിയല്ല ആരാധിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിവിടെ വരുന്നത് ഞാനിവിടെ ഉള്ളത് കൊണ്ടായിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിവിടെ വരുന്നത് ബോബി പാസ്റ്റർ ഇവിടെ ശുശ്രൂഷിക്കുന്നത് കൊണ്ടായിരിക്കരുത്. നിങ്ങളിവിടെ വരുന്നത് ഞാൻ നിമിത്തമായിരിക്കരുത്. നിങ്ങളിവിടെ വരുന്നത് എൻ്റെ സഹോദരൻ ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കരുത്. നിങ്ങളിവിടെ വരുന്നത് എൻ്റെ കൂട്ടുകാരിവിടെ ഉള്ളത് കൊണ്ടായിരിക്കരുത്. നിങ്ങളിവിടെ വരുന്നത് എൻ്റെ ദൈവം ഇവിടെയുണ്ട്, ആ ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് ഞാൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. So he came. ദാവീദ് എവിടെ ഈ ആലയത്തിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ ആരാധിക്കാനായിട്ട്. He is not worshipping himself. He is not worshipping anything else. He is not worshipping any other commodities in the church. He is worshipping the living Lord. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനായിട്ടാണ് ഹല്ലേലൂയ ദാവീദ്
കടന്നു വന്നിരിക്കുന്നത്. അവിടെ നടക്കുന്ന കാര്യം ആരാധന, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥന, ദൈവസന്നിധിയിലുള്ള ധ്യാനം. ഇത് മാത്രമല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നത്, കർത്താവേ നീ ചെയ്ത ഉപകാരങ്ങൾ നിമിത്തമായി ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. കർത്താവേ നിന്നോട് പറയാനായിട്ട് പ്രൈസ് ദി ലോർഡ് എൻ്റെ പക്കലുള്ള പ്രാർത്ഥനകൾ ഞാൻ അങ്ങോട്ട് തരികയാണ്. ഒന്ന്, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ട്, ഞാൻ ദൈവത്തിന് എൻ്റെ പ്രാർത്ഥന ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രാർത്ഥന രൂപേണ ഞാൻ അങ്ങേ അറിയിക്കുന്നു. ഹല്ലേലൂയ. മൂന്ന്, ഐ മെഡിറ്റേറ്റ് ഓൺ ദ കമ്മ്യൂണിയൻ ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ ധ്യാനത്തോടെ ഇരിക്കുന്നു. എന്തിനു വേണ്ടി? ദാറ്റ് ദ ലോർഡ് മേ സ്പീക്ക് ടു അവർ ഹാർട്ട്. ദൈവത്തിന് എന്നോട് സംസാരിക്കാനുള്ള, ഇവിടെ മറ്റൊരു കോൺവെർസേഷൻ ഇല്ല, ഇവിടെ മറ്റൊരു വർത്തമാനമല്ല നടക്കേണ്ടത്, ഇവിടെ വേറൊരു വർത്തമാനമല്ല സംഭവിക്കേണ്ടത്. ഇവിടെ ദൈവം എന്നോട് സംസാരിക്കുന്നത് കേൾക്കാനായിട്ടാണ് നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ചില പ്രിയപ്പെട്ടവരൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാണുന്നില്ലെന്ന് നടിക്കുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയാനുള്ളത് കേൾക്കാൻ നമ്മുടെ കാതത്ത് തയ്യാറായിരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവരോട് നമുക്കൊന്നും പറയേണ്ട കാര്യം വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവരോട് പറയുന്നത് വർത്തമാനം പറയും, മേ ബി അത്യാവശ്യം എന്തെങ്കിലും പറയുന്നതല്ല, സ്ഥിരമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ലിസൺ what God is trying to say. ദൈവം എന്താണ് പറയുന്നത് കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. So we as a church coming together here to praise the Lord, to pray to the Lord, and to hear, meditate, have a communion and fellowship with the Lord, that Lord may speak to our hearts. എൻ്റെ മനസ്സിനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിപ്പാനായി. Praise the Lord. Hallelujah. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. എ കൈൻഡ് ഓഫ് സ്പിരിറ്റ് that David is cultivating here. ഒരു പ്രത്യേകമായ ആത്മാവിനെ ദാവീദ് ഇവിടെ സൃഷ്ടിക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഹി സേസ്. ഹല്ലേലൂയ. ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ, ഐ കം ഹിയർ ബിക്കോസ് ഓഫ് ദ കോൺഫിഡൻസ് ദാറ്റ് ഐ ഹാവ് ഇൻ യുവർ ഗ്രേസ്, ഇൻ യുവർ മേഴ്സി. അവിടെ പറയുന്നത് ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ, ഐ ആം കമ്മിങ് ഹിയർ ബിക്കോസ് ഓഫ് ദി അബണ്ടൻസ് ഓഫ് ദ ഗ്രേസ്. എൻ്റെ മേൽ ചൊരിഞ്ഞതായ ആ ദൈവകൃപയുടെ വലിപ്പം നോക്കുമ്പോൾ എനിക്ക് ഇവിടോട്ടല്ലാതെ വേറെ എങ്ങോട്ടും വരാൻ കഴിയത്തില്ല. ദൈവം എന്നോട് കാണിച്ച കരുണയ്ക്ക് പകരമായി, ദൈവം എന്നോട് കാണിച്ച വലിയ കൃപയ്ക്ക് പകരമായി എനിക്ക് ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കാതല്ലാതെ മറ്റൊന്നിനും കഴിയത്തില്ല. ബിക്കോസ് ഗോഡ് ഹാസ് bestowed an abundant grace upon us. എനിക്കും നിങ്ങൾക്കും വേണ്ടി അല്ലെങ്കിൽ വളരെ വലിയ ബഹുത്വമുള്ള ഒരു കൃപ ചൊരിഞ്ഞിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് എ മിയർ ചീപ്പ് ഗ്രേസ്, ഇറ്റ് ഈസ് എ വെരി കോസ്റ്റ്ലി ഗ്രേസ്. നമുക്ക് വേണ്ടി ചൊരിഞ്ഞിരിക്കുന്ന അവൻ്റെ കരുണ വലിയതാണ്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, എനിക്ക് ദൈവത്തെ ആരാധിക്കണം. ബിക്കോസ് ഐ ആം എൻജോയിങ് ദ ഗ്രേസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ കൃപ, അതിൻ്റെ വലിപ്പം, ഞാൻ അതിൽ സന്തോഷിക്കുകയാണ്, അതിൽ ആനന്ദിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ വരികയാണ്. I am coming here because I have experienced an abundance of the grace. ദൈവ കൃപയുടെ ബഹുത്വം. Praise the Lord. I am not just experienced a cheap grace. I have been experienced a costly grace. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകി തന്ന് രക്ഷിച്ച് എന്നെ ശുദ്ധീകരിച്ച് പാപമില്ലാത്തവനാക്കി ഇന്ന് ഈ ആലയത്തിൽ വരുവാൻ കർത്താവ് ഇടയാക്കിയെങ്കിൽ അതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഗ്രേസ്, ഏറ്റവും വലിയ കരുണ, ഏറ്റവും വലിയ മേഴ്സി എന്ന് പറയുന്നത്. അവൻ എനിക്ക് വേണ്ടി, എൻ്റെ ജീവന് വേണ്ടി, എൻ്റെ പാപ ജീവിതത്തിന് വേണ്ടി അവൻ തൻ്റെ ജീവനെ സമർപ്പിച്ചു. ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ that makes us to run into the presence of the Lord. ദൈവസന്നിധിയിലേക്ക് ഓടി അടുക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. Hallelujah, because of the abundance of the grace. അത് മാത്രമല്ല, Hallelujah, the something that is very really
ഇൻസ്പയറിങ് ഡേവിഡ് ഇത് വരുന്നത് മറ്റൊരു സ്ഥലത്തേക്കല്ല. ഐ ആം ഗോയിങ് ടു എ ഹോളി പ്ലേസ്. അവിടെ പറയുന്നൊരു പദം ഇങ്ങനെയാണ്, വിശുദ്ധ മന്ദിരത്തിന് നേരെ. ഐ ആം നോട്ട് ഗോയിങ് ടു എ ക്ലബ്ബ്. ഞാനൊരു ക്ലബിലേക്കല്ല പോകുന്നത്, ഞാനൊരു പബ്ബിലേക്കല്ല ഞാൻ പോകുന്നത്, ഞാനൊരു ഓഫീസിലേക്കല്ല പോകുന്നത്, ഞാൻ ഇവിടെയുള്ള മറ്റൊരിടത്തേക്കല്ല പോകുന്നത്. ഐ ആം ഗോയിങ് ടു എ ഹോളി പ്ലേസ്. ഈ ഒരു ഇടം ദൈവമക്കൾ കൂടി വരുമ്പോൾ ദിസ് വിൽ ബിക്കം എൻ ഹോളി പ്ലേസ്. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഈ സ്ഥലം ഒരു വിശുദ്ധ സ്ഥലമാണ്. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ ഇതൊരു ദൈവ വിശുദ്ധമായ സ്ഥലമായി, ദൈവസന്നിധിയിൽ വിശുദ്ധമായ ഒരിടമായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഐ ആം എൻറ്ററിങ് ഇൻ ടു എ പ്ലേസ് വേർ ദർ ഇസ് ഹോളിനെസ്. വിശുദ്ധിയുടെ ഇടത്തേക്കാണ് ഞാൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ഒരു കാര്യം കൂടെ പറയുന്നു, നിൻ്റെ നേരെയുള്ള അല്ലെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിന്നിലുള്ള ഭക്തിയോടെ, വിത്ത് ഫിയർ. പ്രിയപ്പെട്ടവരെ, ഇവിടെ വരാൻ നമുക്ക് യാതൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിരുന്ന ദൈവത്തെ ആരാധിക്കാനുള്ള യാതൊരു ശ്രേഷ്ഠതയും എനിക്കും നിങ്ങൾക്കും പറയാനില്ല. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിൽ വന്ന് ദൈവത്തിന് സ്തോത്രമർപ്പിക്കാൻ യാതൊരു യോഗ്യതയും എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ കൃപയാൽ ആ കൃപയുടെ ബഹുത്വത്താൽ ഞാൻ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിലേക്ക്, ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് വരാനുള്ള യോഗ്യത ദൈവം എനിക്ക് തന്നെങ്കിൽ, അതിനുള്ള ടിക്കറ്റ് എനിക്ക് ദൈവം തന്നെങ്കിൽ, ഐ ഷുഡ് കം വിത്ത് റെവറൻസ്, ഐ ഷുഡ് കം വിത്ത് ഫിയർഫുൾനെസ്. ഇവിടെ വരുമ്പോൾ ഭയം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ വരുമ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ദേഷ്യം, നമ്മുടെ ഈഗോ, നമ്മുടെ സെൻസിറ്റിവിറ്റി, നമ്മുടെ സകലതും മാറ്റിവെച്ചിട്ട് ഐ ആം നോട്ട് ഡിസേർവിംഗ് ടു കം ടു ദിസ് പ്ലേസ്. ഈ സ്ഥലത്ത് വരാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്തിനാ എൻ്റെ മനസ്സിനെ തഴമ്പിപ്പിക്കുന്നത്? ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിന് കട്ടിക്കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്? അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്തിനാ എൻ്റെ ഉള്ളിൽ ദേഷ്യം പിടിച്ചുകൊണ്ട് ഇവിടെ വരുന്നത്? ഇവിടെ വരാൻ എനിക്ക് യാതൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് അബൻഡന്റ് ഗ്രേസ് ഐ ആം ഹിയർ. അവൻ്റെ വലിയ കൃപ നിമിത്തമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈഗോയ്ക്ക് ഇവിടെ വിലയില്ല, എൻ്റെ ദേഷ്യത്തിന് ഇവിടെ വിലയില്ല, എൻ്റെ യാതൊരു ചിന്തയ്ക്കും ഇവിടെ വിലയില്ല. ഇവിടെ വിലയുള്ളത് ഐ ഹാവ് ടു ഫിയർ, ഐ ഹാവ് ടു കം വിത്ത് റെവറൻസ്. ഇവിടെ ഞാൻ ഭയത്തോടെ വരേണ്ട സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒരുക്കുന്നുണ്ടോ? ആർ വി ഡിലൈറ്റഡ് ടു ഹാവ് വർഷിപ്പ് വിത്ത് ദ ലോർഡ്? ദൈവത്തോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ. ആർ വി ഡിലൈറ്റഡ് ടു വർഷിപ്പ് അവർ ലിവിങ് ലോർഡ്? നമ്മുടെ ദൈവത്തെ ആരാധിക്കാനായി നമ്മൾ ഹല്ലേലൂയ സന്തോഷിക്കുന്നുണ്ടോ? ആർ വി ഇൻ എ റൈറ്റ് സ്പിരിറ്റ് ടു ഹല്ലേലൂയ എൻജോയ് ദ ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്? ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു ശരിയായ ആത്മാവിനെ കൊണ്ടാണോ നാം ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തെ ദൈവസ്ഥലത്തിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്ഥലത്തിൽ ഏകാഗ്രമാക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഞാൻ ദൈവസ്ഥലത്തിൽ കടന്നു വന്നിരിക്കുന്നത്, ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കാനായി ഈ ആലയത്തിൽ വന്നിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബഹുമൂല്യമായ ഒരു വിഷയമെന്ന് എത്ര പേർക്ക് ഹൃദയത്തിൽ തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കാനായിട്ട് കഴിയും? പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറയുകയാണ്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നിങ്ങളുള്ള ഭക്തിയോടെ ഞാൻ ദൈവത്തെ ആരാധിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കാനല്ലാതെ മറ്റൊരു ആക്ടിവിറ്റി ദൈവസന്നിധിയിൽ നമുക്കില്ല. ആ ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാനായി നമ്മുടെ ഹൃദയം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ഇന്ന് രാത്രികാലം? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദ റൈറ്റ് പ്ലേസ്, വി ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലയമാണ് ഇവിടെ, വിശുദ്ധമായ മന്ദിരമാണ് ഇവിടെ. ഹല്ലേലൂയ. ഐ വിൽ കം ആൻഡ് പ്രൈസ്, ഐ വിൽ കോൺസ്റ്റന്റ്ലി കം ആൻഡ് പ്രൈസ്. ഇറ്റ് ഈസ് മൈ പേഴ്സണൽ ഡിസിഷൻ, നോട്ട് ബിക്കോസ് ഓഫ് എനി ഫോഴ്സ്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്നതായ യൗവനക്കാരെ, ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദ compulsion of your parents that you are coming into this presence in this place. It is not because of the compulsion of any elders that you are coming and sitting here. It should be from your mind and with your thoughts that I love this place because I could worship the living Lord. ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, യു മേ ഹാവ് സം കമ്പൽഷൻ ടു സിറ്റ് ഹിയർ. ഇവിടെ വന്നിരിക്കാൻ ഒരുപക്ഷെ നിങ്ങളെ ആരെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ടാകാം.
But I just urge you to feel from your heart that, praise, it is not because my parents are here so that I am here. It is not because some of my elders would say that you come and attend the church, I am here. Praise, it is not because Pastor Uncle is trying and conveying us to come and sit here. No, it is not that makes you to come and sit here. It should be that you are really feeling the presence of the Lord. You need to love this place. You need to love worshiping Lord. Praise the Lord. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ചില സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത് ഇറ്റ്സ് നോട്ട് വൺ ഓഫ് യുവർ ഓപ്ഷൻസ്. ദൈവത്തെ ആരാധിക്കുന്നത് ഇറ്റ്സ് യുവർ പ്രയോറിറ്റി. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങളുടെ പ്രയോറിറ്റി ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു എന്തെങ്കിലും കാരണം ചൊല്ലി ഒരുപക്ഷെ നമുക്ക് ദൈവത്തെ ആരാധിക്കാതെ അത് ഉപേക്ഷയായി വിചാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ we are living in such a city that there are marvelous things may attract us. ഹല്ലേലൂയ. പല കാര്യങ്ങൾ നമ്മെ ആകർഷിപ്പിക്കുന്നത് കാണാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്നത് ഇറ്റ്സ് മൈ പ്രൈമറി ചോയ്സ്. ഇതല്ല, ഇറ്റ്സ് an only choice that I have because I love this place. ഈ ഇടം ഞാൻ ആഗ്രഹിക്കുന്നു, ഈ ഇടം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ഹൃദയം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവത്തെ ആരാധിപ്പാനായി ഹല്ലേലൂയ എൻ്റെ ഹൃദയം ഒന്ന് ഒരുക്കുകയാണ് കർത്താവേ. പലപ്പോഴും പലരുടെയും നിർബന്ധത്തിനും പലരുടെയും ആഗ്രഹത്തിനും ഞാനിവിടെ വന്നിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല, എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം. എനിക്ക് ഈ ദേശത്ത് വന്ന് ഇവിടെ ജീവിക്കാൻ, ഇവിടെ താമസിക്കാൻ, ഇവിടെ ജോലി ചെയ്യാനൊക്കെ എൻ്റെ അപ്പച്ചൻ എന്നെ സഹായിച്ചു, എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ സഹായിച്ചു. ഒരു നിമിഷം ഞാൻ ആ ദൈവത്തിന് നന്ദി കരേറ്റുവാനായി, ഒരു നിമിഷം ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാനായി, എൻ്റെ ഹൃദയം വെമ്പൽ കൊണ്ടുകൊണ്ട് ഇവിടെ വന്നിരിപ്പാനായി കർത്താവ് നിങ്ങളെ ഹല്ലേലൂയ പേർ ചൊല്ലി വിളിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം നമ്മളൊന്ന് സമർപ്പിച്ചു കൊടുത്താട്ട്, ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുത്താട്ട് ആ ദൈവ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലൊന്ന് നിറയട്ടെ. ആ ദൈവ സാന്നിധ്യം നിറയുമ്പോൾ നമ്മുടെ ഹൃദയം ഹല്ലേലൂയ സ്തുതി സ്തോത്രങ്ങളാൽ നിറയാനിടയാകട്ടെ. ഒരു നിമിഷം എല്ലാവരും ഹല്ലേലൂയ നിങ്ങളുടെ അധരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, അധരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. കർത്താവേ, ഈ ഇടത്ത് വരുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. I was not worthy to come and sit in this place because this is a very holy place. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള വളരെ വിശുദ്ധമായ ഒരിടമാണ്. ഇവിടെ വരാൻ I don't have any right. I don't have any worthiness. എന്നിൽ യാതൊരു ശ്രേഷ്ഠതയുമില്ല. എന്നാൽ you made me worthy. നീ എന്നെ യോഗ്യനാക്കി നിന്റെ കൃപയുടെ ബഹുത്വത്താൽ, with that abundance of the grace. So I am coming into this place with much reverence. Hallelujah. Where should I keep my angerness? Where should I keep my my egoistic thinking? Where should I keep my filthy thoughts in my mind? Because I should come into this place with much reverence and fearful mind. കർത്താവേ, അതിനായി ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ. സ്വർഗീയ പിതാവേ, ഈ രാത്രികാലം നിൻ്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച ആ ദൈവശബ്ദത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണം. വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യാൻ കൃപ ചെയ്യണം. എല്ലാ മഹത്വം, എല്ലാ പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.